ഹായ് ഓൾ. ഇന്ന് ഈ വായനാ ദിനത്തിൽ ഞാൻ സംസാരിക്കുന്നത് വായിച്ചു തീർന്നിട്ടും മനസ്സിൽ നിന്ന് മായാത്തൊരു പുസ്തകത്തെക്കുറിച്ചാണ്. അക്കർമാഷി, ശരൺകുമാർ ലിംബോള സാറിൻ്റെ അക്കർമാഷി എന്ന ആത്മകഥയിലൂടെയാണ് ഞാൻ ഇന്ന് പോകുന്നത്. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ക്രൂരമായ ജാതി വ്യവസ്ഥയുടെ യഥാർത്ഥ മുഖമാണ് അക്കർമാഷി തുറന്നു കാട്ടുന്നത്. മലയാളത്തിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ബുക്സ് ആണ്. അക്കർമാഷി എന്നാൽ അർദ്ധജാതി എന്നാണ് അർത്ഥം. അതായത് ഉയർന്ന ജാതിക്കാരനായ ജന്മിയും മഹാർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഫലമായി ജനിച്ചൊരു കുട്ടിയുടെ ജീവിതമാണ് ഈ ആത്മകഥയുടെ കേന്ദ്രം. എന്നാൽ ഇത് ഒരാളുടെ മാത്രം കഥയല്ല, ഒരു സമൂഹത്തിൻ്റെ ചരിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ ജീവിതമല്ല, എനിക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അടിമത്തമാണ് എന്ന് ശരൺകുമാർ ലിംബോള സാറിൻ്റെ വാക്കുകൾ മുഴുവൻ ഈ പുസ്തകത്തിൻ്റെ ഒരു ആത്മാവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോ പേജിലും അപമാനങ്ങളും തിരസ്കാരങ്ങളും മനുഷ്യാവകാശ നിഷേധങ്ങളും നിറഞ്ഞിരിക്കുന്നു. ഈ പുസ്തകം വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ കുത്തി നിൽക്കുന്നത് വിശപ്പാണ്. വിശപ്പ് എന്നത് ഒരു വികാരമല്ല, ഒരു കഥാപാത്രമാണ്. ഒരു ബസിന്റെ മുകളിൽ നിന്നും ഉരുകിയ ശർക്കര ചുരണ്ടിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആരോ മറന്നു വെച്ച ഭക്ഷണപാത്രം കണ്ടപ്പോൾ ഭാഗ്യമുള്ള ദിവസമാണെന്ന് കരുതുന്നു. അയൽവീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒരു റൊട്ടി മോഷ്ടിച്ചു കഴിക്കുന്നു. ഇത് കഥയിലെ ഒരു രംഗമല്ല, ഇന്ത്യയിലെ അനേകം ബാല്യങ്ങളുടെ യാഥാർത്ഥ്യമാണ്. അക്കർമാഷി വായിച്ചു തീരുമ്പോൾ നമ്മൾ ഒരു പുസ്തകം വായിച്ചു തീർത്തുവെന്ന തോന്നലല്ല ഉണ്ടാകുന്നത്, മറിച്ച് ഒരു മനുഷ്യ സമൂഹം നൂറ്റാണ്ടുകളായി അനുഭവിച്ച നരകയാതനകളിലൂടെ നടന്നുവെന്ന അനുഭവമാണ് ഈ പുസ്തകം നമുക്ക് തരുന്നത്. ഈ പുസ്തകം എനിക്കൊരു വായന മാത്രമായിരുന്നില്ല, അതൊരു തിരിച്ചറിവായിരുന്നു. ജാതി, വിശപ്പ്, മനുഷ്യാവകാശം, സാമൂഹ്യനീതി എന്നിവയെക്കുറിച്ച് വീണ്ടും ചിന്തിപ്പിച്ച അനുഭവം. ചില പുസ്തകങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കും, ചില പുസ്തകങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കും. പക്ഷെ അക്കർമാഷി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്, നമ്മളെ മാറ്റിമറിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുടെ പട്ടികയിൽ അക്കർമാഷിക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. നന്ദി, സ്നേഹം.